ഓം സദ്ഗുരുഭ്യോ നമഃ. അരുണാരുണകല്ലോലകരുണാകരിതാത്മനി മയാനുഗ്രഹരൂപായ ഗുരുവേ വിസ്മയാൻ. ഓം ശ്രീകൃഷ്ണ. പ്രിയപ്പെട്ടവരെ, അവർക്ക് ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഭഗവാൻ പരശുരാമന്റെ ആ കർമ്മങ്ങളിലേക്ക്, പ്രവൃത്തികളിലേക്ക് കടക്കാം. ഭഗവാൻ പരശുരാമൻ തിരിച്ചെത്തിയപ്പോൾ രാജാവിന്റെ ഭടന്മാര് വന്നിട്ട് കാമധേനുവിനെയും കുട്ടിയും കൊണ്ടുപോയി എന്നുള്ള വാർത്ത അച്ഛനിൽ നിന്നറിഞ്ഞു. ശാരീരികവും മാനസികവുമായ പീഡ അനുഭവിക്കുന്ന അച്ഛനെ സമാശ്വസിപ്പിച്ചിട്ട് അദ്ദേഹം തന്റെ പരശു എടുത്തുകൊണ്ടിറങ്ങി കാർത്തികവീരന്റെ ആയുഷ്മതിയിലെത്തി. കാർത്തികവീരന്റെ കൊട്ടാരത്തിന്റെ അവിടെ എത്തി. അവിടെ അതിന് മുന്നിലായിട്ട് വിവരങ്ങൾ അറിഞ്ഞ കാർത്തികവീരൻ 21 അക്ഷൗഹിണികളെ അയച്ചു. എല്ലാത്തിനെയും കൊന്നു. അവസാനം രാജാവ് യുദ്ധത്തിനിറങ്ങി. കാർത്തികവീരനെയും ഭഗവാൻ നിഗ്രഹിച്ചു. എന്നിട്ട് സന്തോഷത്തോടുകൂടി കാമധേനുവിനെയും കുട്ടിയെയും കൊണ്ടുവന്ന് ആശ്രമത്തിലെത്തി അച്ഛന്റെ കയ്യിൽ കൊടുത്തു. ശേഷിച്ച സൈന്യങ്ങളുമൊക്കെ കൊന്നു രാമൻ ഘോഷിച്ചു പശുവിനെ കൊണ്ടിങ്ങു പോന്നിടിനാൽ വൃത്താന്തം കേട്ടു ജമദഗ്നിയോ ചൊല്ലിടിനാൻ. എത്രയും പാപം വന്നു നിനക്കു കുമാരക, ഭൂപതി തന്നെ കൊന്നാൽ പാപമുണ്ടറിയ നീ. ഭൂപതിയാകുന്നത് സർവദേവാംശമല്ലോ. ക്ഷമയാ മുനിജനം പൂജരായി വരുന്നതും ക്ഷമയന്യേ വിഷ്ണു സന്തോഷിക്കുകയുമില്ല. ആകയാൽ പ്രായച്ചിത്തം ചെയ്യണം, അതിന് നീ പോകണം. അതിനായി തീർത്ഥങ്ങളാടിയിടുവാൻ. താൻ കാർത്തികവീരനെ കൊന്നു. തന്റെ ആശ്രമത്തിൽ തന്റെ അച്ഛൻ സംരക്ഷിച്ചിരുന്ന പശുവിനെയും കൊണ്ട് കൊടുത്തു. പക്ഷെങ്കിൽ ജമദഗ്നി പറഞ്ഞു, മോനെ, തെറ്റായിപ്പോയി ചെയ്തത്. ഭൂപതി അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി ഭൂമിയിലുള്ളവർ അവരെ ഈശ്വരന്റെ പ്രതിനിധിയായിട്ടാണ് കാണുന്നത്. നമുക്ക് വേണ്ട സുഖ സൗകര്യങ്ങളെ തരുന്നത് രാജാവാണ്. അവിടെ ആയുരാരോഗ്യത്തെ തരുന്നത് ഈശ്വരനാണെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നത് ഭരണാധികാരികളാണ്. അങ്ങനെ ഭരണാധികാരി ഇല്ലാതായി വന്നു കഴിഞ്ഞാൽ, രാജാവ് ഇല്ലാതായി വന്നു കഴിഞ്ഞാൽ അരാജകത്വം വരും. അരാജകത്വം വലിയ ദുരിതങ്ങളെ വീണ്ടും ഉണ്ടാക്കും. അങ്ങനെയാണ് ആകുമ്പോൾ ഈശ്വരൻ എന്ന പോലെ രാജാവിനെ കണ്ട് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അദ്ദേഹത്തിൽ നിന്ന് വേണ്ടത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക. എപ്രകാരമാണോ സർവർക്കും സർവവും പ്രദാനം ചെയ്യുന്നത്, അതുപോലെ രാജാക്കൾ പ്രജകൾക്ക് വേണ്ടത് പ്രദാനം ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ രാജാവ് ഈശ്വരനാണ്. അങ്ങനെയുള്ള ആ രാജാവിനെ കൊന്നത് വലിയ പാപമായിപ്പോയി, വലിയ തെറ്റായിപ്പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യൂ, നീ പ്രായശ്ചിത്തം ചെയ്യണം. അതിനായിട്ട് ഒന്ന് തീർത്ഥങ്ങളൊക്കെ ആടി ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തു വരിക. ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താണ് ഗുണം? മഹാത്മാക്കളെ കാണാം, ഈശ്വരന്റെ വൈഭവത്തെ അറിയാം, ധർമ്മശാസ്ത്രങ്ങളെ അറിയാം. നമ്മള് തീർത്ഥാടനം ചെയ്യുന്ന കണക്കല്ല. നമ്മൾ പോകുന്നു, ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്ന് വണ്ടിയിൽ ഇറങ്ങുന്നു, അകത്തേക്ക് കയറുന്നു, ഷർട്ട് ഊരുന്നു, ഒരു ഓട്ടപ്രദക്ഷിണം നടക്കുന്നു, കാണിക്ക വഞ്ചിയില് ഭണ്ഡാരത്തില് 1 രൂപ ഇടുന്നു, തിരിച്ചിറങ്ങി വന്ന് കാറയിൽ കയറുന്നു. അവിടെ ജലം തരുന്ന, പ്രസാദം തരുന്ന ആ നമ്പൂതിരിയുടെ മുഖത്ത് പോലും ആ തിരുമേനിയുടെ, ആ പൂജാരി എന്ന് പറഞ്ഞാൽ പൂജയുടെ അരിയല്ല, ഇപ്പൊ അങ്ങനെയാണ് പലയിടത്തെങ്കിലും, ആ പൂജയെ ആചരിക്കുന്നവന്റെ മുന്നില് ഒന്ന് നോക്കാനോ കാണാനോ കേൾക്കാനോ നിൽക്കാനോ ഒന്നും സമയമില്ല.
ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റ് ആധ്യാത്മിക സംരംഭങ്ങളുണ്ട്. അതിൽ ശ്രദ്ധിക്കാനും നേരമില്ല. വെളിയിലേക്ക് ഇറങ്ങി ഷർട്ടിടുന്നു, വണ്ടിയിൽ വന്ന് കയറുന്നു, നമ്മുടെ ക്ഷേത്ര ദർശനമായി. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്ര ദർശനം അങ്ങനെയല്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ക്ഷേത്രത്തില് ചെയ്യാനുള്ള ദർശന രീതികളൊക്കെ ആചരിച്ചതിന് ശേഷം, പ്രദക്ഷിണവും കഴിഞ്ഞതിന് ശേഷം, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് പ്രദക്ഷിണം ചെയ്യാനും അറിയില്ല. ഞാൻ പല യജ്ഞവേദികളിൽ ഇരിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്, പല കുട്ടികളും വന്നിട്ട് ഭഗവാന്റെ ഒന്ന് തൊഴും മുന്നേ എന്നിട്ട് ഇടതു ഭാഗത്തുകൂടി ചുറ്റി വലതു ഭാഗത്തേക്ക് വരും. യജ്ഞവേദിയിൽ ഇരിക്കാണ്ട് എനിക്ക് ഇറങ്ങിച്ചെന്ന് തിരുത്താനും സാധിക്കുകയില്ല. ഒരുപക്ഷെ നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ദൂരത്തിലാണെങ്കിൽ ഞാൻ വിളിക്കും. വിളിച്ചിട്ട് ആ കുട്ടിയോട് പറയും, വലത് വെക്കണം ഭഗവാൻ. പ്രദക്ഷിണം എന്നുള്ളതിന് മലയാളത്തിൽ വലത് വെക്കുക എന്നാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഭഗവാന്റെ വലതു ഭാഗത്തു കൂടി പോയി ഇടതു ഭാഗത്തു കൂടി വന്ന് ആ പ്രയാണം സമ്പൂർണമാക്കണം. പരിക്രമ എന്നാണ് പറയുക. പരിക്രമയായിട്ട് ചെയ്യണം. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. പ്രദക്ഷിണം ചെയ്യാൻ അറിഞ്ഞുകൂടാ. ചന്ദനം കിട്ടിക്കഴിഞ്ഞാല് തിരുമേനി തരുമ്പോ തന്നെ അത് അവിടെ നിന്ന് വാരി മുഖത്ത് ചാർത്തും, നെറ്റിയിൽ ചാർത്തും. ബാക്കിയുള്ളത് അവിടെ ക്ഷേത്രത്തിന്റെ ഭിത്തിയിലും തൂക്കും. അതും പാടില്ല. ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം അതിന് തക്കതായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വേണം ചന്ദനം തൊടാൻ. ഒരിക്കലും ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടോ ക്ഷേത്ര ചുറ്റുവട്ടത്തിനകത്ത് നിന്നുകൊണ്ടോ ആകരുത്. ക്ഷേത്രത്തിന് വെളിയിൽ ഇറങ്ങിയിട്ട് വേണം ആ ചന്ദനം തൊടാൻ. ശേഷിച്ചത് തറയിൽ ഉപേക്ഷിക്കാതെ വീട്ടിൽ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കാം. അതല്ല എങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പൂജാമുറിയിൽ വെക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ പൂജാമുറി ഒന്നും ഇല്ലല്ലോ. തുളസി തറയുണ്ടെങ്കിൽ അതിൽ നിക്ഷേപിക്കാം. അതല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെ ആൽമരം ഉണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിലോ ക്ഷേത്രത്തിന്റെ ചുവട്ടിലോ നിക്ഷേപിക്കുക. അതിലുള്ള പുഷ്പത്തെ എടുത്ത് തന്റെ ശിരസിൽ ധരിക്കണം. ഒരിക്കലും ഒരു പുഷ്പം പോലും കളയരുത്. പ്രസാദമായിട്ട് കിട്ടുന്നത് നമ്മൾ അർച്ചിച്ചിട്ട് പ്രത്യക്ഷത്തിൽ ഭഗവാൻ നമുക്ക് തരുന്ന പ്രസാദമാണ് അർച്ചന പുഷ്പം. അത് ചെവിയിൽ വെക്കാം, ശിരസിൽ വെക്കാം, മുടിയിൽ വെക്കാം, എങ്ങനെ വേണമെങ്കിൽ കാണിച്ച് ഒന്ന് വെക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. കാണിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം പൂജയുടെ ശേഷം കാണിച്ചാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. പിന്നെ ചിലരതൊന്ന് കാണിച്ച് നോക്കിയിട്ട് വെക്കും. അങ്ങനെ ചെയ്യണം. അപ്പൊ പ്രദക്ഷിണ വിധി നമുക്ക് അറിഞ്ഞുകൂടാ. ദർശന വിധി തന്നെ അറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ ആവലാതികളുണ്ട് ഓടിച്ചെന്ന് ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു പറയുന്നതൊക്കെയാണ് രീതി. അങ്ങനെയല്ല. ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞ് അവിടെ ഇരിക്കണം. അപ്പൊ ഇരിക്കുന്നതും ഇപ്പൊ ഒരു ചടങ്ങാ. 1 മിനിറ്റ് ഇരിക്കണമെന്നാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നത്. ഇപ്പം ശബരിമലയോ ഗുരുവായൂരോ ഒന്നും അകത്തിരിക്കാൻ സ്ഥലമില്ലെങ്കിൽ വെളിയിൽ ഇരിക്കാൻ സ്ഥലമുണ്ട്. അപ്പൊ 1 മിനിറ്റ് ഇരുന്നാൽ മതി എന്നൊരു സങ്കല്പം. അങ്ങനെയല്ല. അവിടെ ഇരുന്ന് പഴയ കാലത്തെ കാര്യം പറയുകയാണ്. പല ക്ഷേത്രത്തിലും അവിടെ തന്നെ ഇരിക്കുന്ന തപസ്വികളായിട്ടുള്ള വ്യക്തികളുണ്ട്. വർഷങ്ങളായിട്ട് മറ്റൊന്നുമില്ല, ക്ഷേത്രത്തിൽ നിന്ന് നിവേദ്യം കൊടുക്കും. അത് ഭക്ഷിച്ചുകൊണ്ട് പുരാണങ്ങള്, ഗ്രന്ഥങ്ങള് ഏതെങ്കിലുമൊക്കെ പാരായണം ചെയ്ത് അതൊരു തപസ്. ആ തപസ് കൊണ്ട് സിദ്ധി നേടിയ പലരുമുണ്ട്. നമുക്കറിഞ്ഞുകൂടാ. പലരും പണത്തിനായിട്ടിരിക്കും, അന്നത്തിനായിട്ടിരിക്കുന്നവരുണ്ട്. എന്നിരുന്നാലും അവർക്കൊക്കെ ഒരു ജീവിതാനുഭവം. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാല് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നിരുന്നിട്ട് ഒരാളെ കണ്ടിട്ട്, അച്ഛാ അങ്ങ് എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്താണ് അങ്ങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അച്ചച്ച, അപ്പൂപ്പ, അങ്ങനെ വിളിക്കാം. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഈ മലയാളത്തിൽ വിളിക്കുന്നവർക്ക് സ്വാമി സ്വാമി എന്ന് വിളിക്കരുത്. ആ വാക്ക് തന്നെ തെറ്റാണ്. സ്വാമി ആണ്. സ്വാമി. സ്വാമി എന്ന് പറഞ്ഞാൽ സർവ്വതും പ്രദാനം ചെയ്യുന്നവന്. ഹിന്ദുവിന്റെ ആചാര്യന്മാരൊക്കെ സ്വാമിമാരായിരുന്നു. ചക്രവർത്തിയെ സ്വാമി എന്നാണ് വിളിക്കുന്നത്. ഈശ്വരനെ സ്വാമി എന്നാണ് വിളിക്കുന്നത്. സർവവും ദാനം ചെയ്യാൻ, പ്രദാനം ചെയ്യാൻ കഴിവുള്ളവനാണ് സ്വാമി. മലയാളത്തിന് അങ്ങനെ അല്ലല്ലോ. സ്വാമി സ്വാമി എന്ന്. സ്വാമി ഇങ്ങോട്ട് വന്നേ, സ്വാമി അവിടെ ഇരിക്കുക. ഇതൊന്നും സ്വാമിയോട് പറയാൻ സാധിക്കുകയില്ല. ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യമില്ലെന്ന് പറയാനുള്ള ഗട്സ് ആദ്യം സ്വാമി ആകുന്നവർക്ക് ഉണ്ടാകണം. കാരണം അവൻ വിളിക്കുമ്പോൾ ചെല്ലേണ്ടതല്ല നമ്മള്.
കാരണം നമ്മളൊരു സംസ്കാരത്തെ പേറി നടക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ആക്ഷേപ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ മറുപടി പറയാനുള്ള ഒരു ഗട്സ് ഉണ്ടായിരിക്കണം. അപ്പൊ അത് ശ്രീരാമദാസ് ആശ്രമത്തിലൊക്കെ അറിയാവുന്നവർക്ക് അറിയാം. ജഗൽഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ആണെങ്കിലും എന്റെ ഗുരുനാഥൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി ആണെങ്കിലും ഒക്കെ അങ്ങനെയുള്ളവർക്ക് അന്നേരം തന്നെ മറുപടി കൊടുക്കും. കാരണം മാന്യമായിട്ട് ജീവിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നിട്ടും അതൊക്കെ കളഞ്ഞിട്ട് ആധ്യാത്മികത്തില് സനാതന ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. അല്ലാതെ നിത്യം സോഷ്യലിസം അന്നം കിട്ടാനുള്ള മാർഗം നോക്കി ഇറങ്ങിയവരല്ല. സനാതന ധർമ്മത്തിന്റെ പ്രചാരകരാകുമ്പോൾ അതിനുള്ള ക്വാളിഫിക്കേഷൻ, അതിനുള്ള ക്വാളിറ്റി ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടൊരു നിസ്സാരമായിട്ട് ആക്ഷേപിക്കുന്ന ഒരു സ്വാമി എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞ പ്രായമുള്ളത് അമ്മമാരുണ്ടെങ്കിൽ അമ്മ, അമ്മമ്മ എന്ത് വേണേലും വിളിക്കുക, അച്ചച്ച വിളിച്ച് അങ്ങ് എവിടെയുള്ളതാണ്, എത്ര കാലം എവിടെയുള്ളതാണ് എന്നൊരു ചോദ്യം സന്യാസിമാരോട് പാടില്ല. അപ്പൊ അവർക്കൊരു മമതയുണ്ടാവാനൊക്കെ ചോദ്യം നല്ലതാണെന്നേ ഉള്ളൂ. അവരോട് ചോദിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്ത് കാര്യങ്ങൾ, അപ്പൊ അവരുടെ ജീവിതം, അവരുടെ അനുഭവം, അവരിൽ ഭഗവാന്റെ ഇടപെടൽ എങ്ങനെയുണ്ടായി, എങ്ങനെ അവർ ഭഗവാന്റെ സാന്നിധ്യത്തെ അറിയുന്നു, ഇതൊക്കെ അവരിൽ നിന്ന് കേൾക്കാം. അതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. അതിനാണ് തീർത്ഥാടനം ചെയ്യേണ്ടതും. അവിടെ ജീവന്റെ മഹത്വം എന്താണെന്നറിയാൻ സാധിക്കും. ശരീരത്തിന്റെ ആ ലഘുത്വം എന്താണെന്നറിയാൻ സാധിക്കും. ജീവന്റെ മഹത്വത്തെ പറ്റി അറിയാം, ഈശ്വരന്റെ മഹിമയെ പറ്റി അറിയാം, ശരീരത്തിന്റെ ലഘുത്വത്തെ പറ്റി അറിയാം. അപ്പോൾ പിന്നെ നമ്മൾ തീർത്ഥാടനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ശരീരമൊന്നുമല്ല. ഈ ശരീരത്തിൽ ചൈതന്യ സ്വരൂപനായ ഈശ്വരൻ വസിക്കുന്നത് കൊണ്ടാണ് താൻ ചേതനാവാനായി നിൽക്കുന്നത്. ചൈതന്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ചേതനയില്ല, പിന്നെ താൻ ജഡമാണ്. ജഡമായി കഴിഞ്ഞാൽ അതിനെ മറവ് ചെയ്യുകയാണ്, ആരും സ്മരിക്കാറില്ല. മറിച്ച് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് സ്മരിക്കപ്പെടേണ്ടവനായിട്ട് തീരണമെങ്കിൽ അതിന് ജ്ഞാനത്തിന്റെ സഹായം ആവശ്യമാണ്. ആ തീർത്ഥാടനം കൊണ്ട് ജ്ഞാനമുണ്ടാകും, അതിൽ നിന്ന് വിജ്ഞാനമുണ്ടാകും, താൻ വിവേകിയായി മാറും. ഇതാണ് തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ പലരും തീർത്ഥാടനം ചെയ്യുന്നത്. എന്തായിരുന്നാലും ജമദഗ്നി ഭഗവാൻ പരശുരാമനോട് പറഞ്ഞു, പോയി തീർത്ഥങ്ങളാടൂ, ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തത്തിനുള്ള ബുദ്ധിയെ സ്വീകരിക്കുക, അറിവിനെ സ്വീകരിക്കുക. താൻ ചെയ്തത് തെറ്റായി പോയി എന്നറിഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ യഥാ വഴിയിൽ വിടാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് താൻ തന്റെ ഹൃദയത്തെ തപ്തമാക്കുന്ന ഒരു കുണ്ഡമാക്കണം. അതാണ് പഞ്ചഹൃതം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രിയങ്ങള്. അതാണ് അശ്വമേധം എന്ന് പറയുന്നത്. ആ യഥേഷ്ടം ഇന്ദ്രിയങ്ങൾ കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് ഒക്കെ ഇത് സുഖത്തിനായിട്ട് സഞ്ചരിക്കുന്നതാണ്. ആ അശ്വമേധം എന്ന് പറയുന്നത് രോഗ ഭോഗ വസ്തുക്കളെ അനുഭവിക്കാനാണ് ഇന്ദ്രിയങ്ങൾക്ക് താല്പര്യം. ആ രോഗ ഭോഗ വസ്തുക്കളെ തിരിച്ചു തന്നിലേക്ക് കൊണ്ടുവന്ന് തന്റെ ഹൃദയത്തെ തപ്തമാക്കണം. അതാണ് പഞ്ചഹൃതം. ആ തപ്തമാക്കുമ്പോൾ, തന്റെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കുമ്പോൾ, ഹൃദയത്തെ ചൂടുപിടിപ്പിക്കാൻ നിധിധ്യാസമാണ് ആവശ്യം, പുനർവിചിന്തനം. ആ പുനർവിചിന്തനത്തിൽ കൂടി താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള പശ്ചാത്താപം ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ പരിഹാരമായി. തന്റെ ശരീരം ഇന്ദ്രിയങ്ങളിൽ നിന്ന് മുക്തമാക്കി അന്ധകരണ സംശുദ്ധിയോടുകൂടി ഈശ്വരനിൽ ലയിക്കുമ്പോൾ അത് പരിഹാരമായിട്ട് മാറും. ഇതിനെപ്പറ്റിയുള്ള വിഷയങ്ങളെ പറ്റി ധാരാളം പറയാനുണ്ട്. ഞാനൊരു പഠന ക്ലാസ് എന്ന നിലയിൽ കേൾക്കുന്നവർക്ക് ഒരു ജിജ്ഞാസയുടെ ഒരു ഡ്രോപ്പ് കിട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ അറിയേണ്ടവര് അതിനെ വിചിന്തനം ചെയ്യുക. എന്തായാലും ഞാൻ പറഞ്ഞു, നീയെ അതിനായിട്ട് തീർത്ഥാടനം ചെയ്യണം, തീർത്ഥാടനങ്ങള് ചെയ്യണം. അങ്ങനെ ഭഗവാൻ അത് കേട്ടു. ശരി, അതിനായിട്ട് പരശുരാമൻ ഇറങ്ങി പുറപ്പെട്ടു. കാരണം അച്ഛൻ പറയുന്നതിനെ അനുസരിക്കണമല്ലോ. ഇന്ന് അങ്ങനെയല്ല. അച്ഛൻ പറയുന്നതിന് ഏത് മാർഗത്തിൽ കൂടി നിരസിക്കാം എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. 21 അക്ഷൗഹിണിയെ കൊന്ന് ലോകരാവണനായിട്ടിരിക്കുന്ന കാർത്തികവീരാർജുനെ കൊന്നെങ്കിലും അച്ഛന്റെ മുന്നിൽ മകൻ എപ്പോഴും കുട്ടി തന്നെയാണ്. അച്ഛന്റെ മുന്നിൽ വലുതാകാൻ സാധിക്കുകയില്ല. അച്ഛന്റെ മുന്നിൽ എപ്പോഴും മകനാണ്. മകനോടാണ് പറഞ്ഞത്, പോകൂ, തപസ്സനുഷ്ഠിക്കൂ. അപ്പൊ 21 അക്ഷൗഹിണിയെ കൊന്ന് തനിക്ക് വേണേ അച്ഛനെ കൊന്നിട്ട് അതിനെ എതിർക്കാമായിരുന്നു. തയ്യാറായില്ല. അച്ഛൻ പറഞ്ഞതിനെ അനുസരിക്കാൻ
താൻ ലോകത്തെ ജയിച്ചവനാണ് എന്നിട്ടുകൂടി ഭഗവാൻ പരശുരാമൻ അതിനെ അംഗീകരിച്ചു. ഇവിടെയൊക്കെയാണ് നമ്മൾ പുസ്തകം വായിച്ചു പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കേണ്ടത്. വസ്തുതകളെ അനലൈസസ് ചെയ്യാൻ പഠിക്കണം, വിശകലനം ചെയ്യാൻ പഠിക്കണം, അതിനെ മനസ്സിലാക്കണം. ഇതിനൊക്കെയുള്ള മെസ്സേജുകൾ ധാരാളമുണ്ട്. എന്തായിരുന്നാലും അദ്ദേഹം തപസ്സിനായിട്ട് അച്ഛൻ പറയുന്നത് കേട്ടുപോയി. ഭാഷിതം കേട്ടു രാമനും പുറപ്പെട്ടു ചേതസി വിഷ്ണു പദധ്യാനേന നടകൊണ്ട. ഇതൊക്കെ വലിയ സിദ്ധാന്തങ്ങളെയാ പറയുന്നത്. വിഷ്ണു പദധ്യാനേന, വിഷ്ണു എന്ന് പറഞ്ഞാല് സർവത്ര വ്യാപിച്ചിരിക്കുന്നവനാണ്. ആ വിഷ്ണുവിന്റെ പാദം കാൽ ഭാഗമാണ് ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചമായിട്ട് കാണുന്നത്. മുകാൽ ഭാഗവും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്തറിഞ്ഞവരാണ് നമ്മള്? ഒന്നും അറിഞ്ഞില്ല. അപ്പൊ പിന്നെ എന്താ? ആ കാൽ ഭാഗമാകുന്ന കാൽക്കൽ വീണ് ഭഗവാനെ നമസ്കരിച്ച് ക്ഷമാപണം ചെയ്യുക, അത് മാത്രമേ ചെയ്യാനുള്ളൂ. വിഷ്ണു പദധ്യാനേന നടകൊണ്ടാൻ തീർത്ഥസേവയും ചെയ്തു ഭാവവും നശിപ്പിച്ചങ്ങ് അസ്തയാ വത്സരാന്തേ സ്വാശ്രമം മുക്കിടിനാൻ. ഒരു വർഷക്കാലം 4 മണിക്കൂർ, 6 മണിക്കൂർ, 8 മണിക്കൂർ, 10 മണിക്കൂർ നമ്മുടെ തീർത്ഥാടനം അത്രയാണ്. അതല്ലെങ്കിൽ 10 ദിവസം. നമ്മളെ സംബന്ധിച്ച് വടക്കേട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 10 ദിവസത്തെ ഇതിനകത്ത് നമ്മുടെ പോക്കും വരവും ദർശനവും എല്ലാം കൂടെ കഴിയും. ഇത് അങ്ങനെയല്ല, ഒരു വർഷം തീർത്ഥാടനം ചെയ്യും. ഏറ്റവും വലിയ അറിവ് നേടുന്നത് യാത്രകളിൽ കൂടിയാണല്ലോ. ആ യാത്രയിൽ കൂടി താൻ വേണ്ടി അറിവൊക്കെ നേടി.